പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇന്ന് ചിക്കൻ ടാക്കോ മിയാമി എന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ മക്കളാണ് ഈ ഒരു ഐറ്റം എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഉച്ച സമയത്ത് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് എണീറ്റ് വരാൻ വളരെ വൈകിയിരുന്നു. ആ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ എന്തുണ്ടാക്കിയെടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഫുഡിന് ഞാൻ പ്രിപ്പയർ ചെയ്തത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ആ ഫുഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി എന്നതാണ് സന്തോഷം. അപ്പം ഞാൻ അതിലേക്ക് ധൃതി പിടിച്ച് വലിയ ഉള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞ് റെഡിയാക്കുകയാണ്. വെളുത്തുള്ളിയൊക്കെ ഞാൻ തൊലിച്ചിട്ട് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ്. എന്നാൽ നമുക്ക് എല്ലാ ദിവസവും പെട്ടെന്ന് നമ്മുടെ ജോലി തീർക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ന് വെളുത്തുള്ളി കൊണ്ടുവന്ന ദിവസം ആയതുകൊണ്ടാണ് ഇന്ന് ഇതുപോലെ തൊലിച്ചെടുക്കേണ്ടി വന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന സമയം തന്നെ കഴുകി വൃത്തിയാക്കി നെറ്റിയൊക്കെ കളഞ്ഞ് നമ്മൾ സൂക്ഷിക്കുന്ന ബോക്സിൻ്റെ അടിയിൽ ടിഷ്യൂ ഒക്കെ വെച്ച് നമ്മൾ അതിൽ സേവ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് കേടാകാതെ സൂക്ഷിക്കുകയും പിന്നെ പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, വലിയ ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, സവോള അരിഞ്ഞത്, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ നമ്മൾ ചിക്കൻ ഇതുപോലെ എല്ലൊക്കെ കളഞ്ഞ് ഇറച്ചി മാത്രമാക്കിയിട്ട് നന്നായി ചെറുതാക്കി മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി വലിയൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ഓരോ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നമ്മൾ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. കാരണം കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർക്കുന്ന കാരണം കൊണ്ട് തന്നെ നമ്മളെല്ലാം പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല. വെളുത്തുള്ളി ആണെങ്കിൽ നമ്മൾ ഇതുപോലെ കൊത്തി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് നമ്മൾ രണ്ടായി പിളർത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് സവോള അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. സവോള നമ്മൾ വളരെ പൊടിയായി അരിഞ്ഞെടുക്കണം. വലിയ കഷ്ണങ്ങളാക്കി സവോള ഇട്ട് കൊടുക്കരുത്. ശേഷം ഒരു പൊടി വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ആദ്യം ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളെ കൈ വെച്ച് നന്നായി നമ്മൾ അത് മിക്സ് ചെയ്തെടുക്കണം. ഒരു മാഗി ക്യൂബും നമുക്കതിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായി കുഴച്ച് യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും എല്ലാ ഇൻഗ്രീഡിയൻസും പിടിക്കുന്ന ടൈപ്പ് നമ്മൾ നന്നായി കുഴച്ച് വെച്ച് കൊടുക്കുക. ശേഷം നമുക്കിതൊരു അരമണിക്കൂർ അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. ഇനി ഞാനത് കുക്ക് ചെയ്യാൻ വേണ്ടി വിറകടുപ്പിലാണ് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നമ്മൾ അതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഇളക്കി കൊടുത്ത് വീണ്ടും നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് തക്കാളിയൊക്കെ അലിഞ്ഞില്ലാതായിട്ടുണ്ട്.
ഈ ഒരു ഗ്രേവി റെഡി ആയതിനു ശേഷം ബാക്കിയാണ് നമുക്ക് ചെയ്യാനുള്ള പണികൾ. ചിക്കൻ വെന്ത നല്ല വാസന വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കനലിൽ മാത്രം ഇനി ഇത് ഇട്ട് വെക്കാം. കാരണം കൂടുതൽ തീയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അടച്ച് വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് പകുതി മൈദപ്പൊടിയും പകുതി ചപ്പാത്തി പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്ത് ഇതുപോലെ വെള്ളം തിളപ്പിച്ച് ഉപ്പും ചേർത്ത് അതിലേക്ക് നമ്മൾ പൊടിയിട്ട് വാട്ടി സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുക. ചുട്ടെടുത്ത ചപ്പാത്തിയിലേക്ക് നമുക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് മസാല ഇട്ട് കൊടുക്കാം. ശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും ഇതുപോലെ ചെയ്തു കൊടുക്കാം. ശേഷം ഒരു ഈർക്കിലെടുത്ത് ഇതുപോലെ മധ്യത്തിലോട്ട് കയറ്റി വെക്കുക. ഇനി നമുക്ക് ഇത് ഫ്രൈ പാനിൽ ഒരല്പം ഓയിൽ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതിന് ധൃതി പിടിക്കാതെ അപ്പുറവും ഇപ്പുറവും ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ടാക്കോ മിയാമി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഇതുപോലെ പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്യാനും അലങ്കരിക്കാനും ഒന്നുള്ള ക്ഷമ സൈനില്ല. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച് അവൻ വേണമെന്ന് പറഞ്ഞ് കരയുന്നത് കൊണ്ട് ഞാൻ അവനായിട്ട് വിളമ്പാൻ തുടങ്ങി. അതിലേക്ക് ഞാൻ മയോനൈസും സലാഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവനത് കഴിക്കാൻ പോവുകയാണ്. അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം അവൻ്റെ മുഖത്ത് നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാം. നിങ്ങളെല്ലാവരും ചിക്കൻ ടാക്കോ മിയാമി ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയായ ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനിയും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.